നമ്മൾ പുറത്തൊക്കെ നടക്കുമ്പോൾ ശരിക്കും ഈ ചെറുക്കൻ ഇങ്ങനെ നടക്കണേ ഭയങ്കരമായിട്ട് ഞാൻ ഡിപ്രസ് കുറച്ച് നാളത്തേക്ക് ഇൻസ്റ്റഗ്രാം സ്റ്റോപ്പ് ചെയ്തു. മെയിൽ ആയിട്ടുള്ള ഒരു വ്യക്തി ഒരു ചെറിയ ഫെമിനിൻ ടച്ച് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവർ പറയുന്നു ആണുങ്ങളുടെ വില കളയുന്നു. ആൺശരീരത്തിൽ ഒരു പെണ്ണിന്റെ മനസ്സ് കുടുങ്ങി കഴിഞ്ഞാൽ അത് ഒരിക്കലും നമുക്കതിന് പറിച്ചു കളയാൻ പറ്റില്ല. അന്ന് നിങ്ങൾ ഈ ഹോർമോൺ ട്രീറ്റ്മെന്റ് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അന്ന് മെയിൽസിന്റെ ഹോർമോൺ ട്രീറ്റ്മെന്റ് ആയിക്കൂടെ? ആരും പെർഫെക്റ്റ് അല്ല ചേച്ചി. ഈ ലോകത്ത് ഇത്രയും ഗ്രേറ്റ് ആയിട്ടുള്ള ആൾക്കാർ ഈ ലോകത്ത് വേറെ കാണില്ല. അവരുടെ ആ വിഷമം മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ അവരായിട്ട് ജീവിക്കണം ഒരു ദിവസം. എനിക്ക് ഒരുപാട് ട്രാൻസ് ആയിട്ടുള്ള ആൾക്കാരുമായിട്ട് ഒരുപാട് ബന്ധങ്ങളുണ്ട്. പിന്നെ ഞങ്ങളുടെ തമ്മിലുള്ള റിലേഷൻ എന്ന് പറഞ്ഞാൽ അത് എനിക്ക് ഒരിക്കലും റിവീൽ ചെയ്യേണ്ട ആവശ്യമില്ല. അത് എബോവ് ഫ്രണ്ട് അല്ലെങ്കിൽ എബോവ് ദ ബെസ്റ്റി എന്നൊക്കെ പറയുന്ന പോലെ ആ ഒരു റിലേഷനാണ് ഞങ്ങൾ ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു ഫീമെയിൽ കുറച്ചുകൂടെ ഒരു പൗരുഷം കാണിച്ച് നടന്നു കഴിഞ്ഞാൽ അത് സെലിബ്രേറ്റ് ചെയ്യും ആൾക്കാർ. ബട്ട് മെയിലിനോട് ചെന്ന് പറയാം നീ നാളെ ഒരു ആണിനെ കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞാൽ അവൻ കേൾക്കോ? ഇല്ല. പക്ഷെ അവർ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. അവർ കാണാത്തൊരു കാര്യം കാണുന്നു. ഞങ്ങൾ കൊട്ടയൊക്കെ നെയ്യുമായിരുന്നു. എത്തിയിട്ടാണ് ഞങ്ങളെ അമ്മ ഞങ്ങളെ ഇത്രയും പഠിപ്പിച്ച് വലുതാക്കിയത്. എൻ്റെ അമ്മ എന്നില്ലായിരുന്നെങ്കിൽ ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഇൻ്റർവ്യൂവിൽ വന്നിരിക്കത്തില്ല. ഞാനിപ്പോൾ ഒരു നേഴ്സ് ആവില്ല. വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്? വീട്ടിൽ എൻ്റെ അച്ഛൻ, അമ്മ, ഏട്ടനുണ്ട്. ഏട്ടനിപ്പോൾ ഒരു ചെറിയൊരു ആക്സിഡൻറ്റ് പറ്റി കൈക്ക് ഒരു റൈറ്റ് കൈക്ക് ഒരു ചെറിയൊരു ബലക്കുറവുണ്ട്. പിന്നെ ചേട്ടത്തിയമ്മയുണ്ട്. അവർ സെപ്പറേറ്റാണ് താമസിക്കുന്നത്. ഞാനും അമ്മയും അച്ഛനും ഒരു വീട്ടിൽ. ഇപ്പൊ കല്യാണം ഇതുവരെ നോക്കിയിട്ടില്ല? ഇല്ല, കല്യാണം നോക്കിയിട്ടില്ല. കാരണം എനിക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. മനുഷ്യനെന്ന് പറഞ്ഞ ആഗ്രഹങ്ങൾ കൊണ്ട് ഭയങ്കര കൂമ്പാരം കൂട്ടിയിരിക്കുന്ന ഒരാളാണല്ലോ. അപ്പൊ എന്റെ കുറെ ആഗ്രഹങ്ങളൊക്കെ നടക്കണം, എന്നിട്ട് പിന്നെ ആലോചിക്കാം എന്നൊരു രീതിയിലാണ്. ഓക്കെ. ഒരു ഡോക്ടർ അല്ലെങ്കിൽ നേഴ്സ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഉത്തരവാദിത്തപ്പെട്ട പൊസിഷനാണ്. കാരണം ഒരാളുടെ ജീവൻ നമ്മുടെ കൈകളിലായിരിക്കുന്നത്. ഒരു ഒരു ഒറ്റ നിമിഷത്തെ നമ്മുടെ അശ്രദ്ധ എന്ന് പറയുന്നത് ഏറ്റവും, അതായത് ഒരു മെഡിസിന്റെ സ്പെല്ലിങ് മാറിയ അല്ലെങ്കിൽ അതിന്റെ ഒരു അളവ് മാറിയ 50 mg എന്നുള്ളത് 100 ആയാൽ തീർന്നു, അതായത് കൊടുക്കേണ്ട വരുന്നത്. അത്രയുമുള്ളൊരു പ്രൊഫഷനിൽ നിന്ന് എങ്ങനെയാണ് റിലാക്സ്ഡ് ആവാൻ പറ്റുന്നത്? നമ്മൾ പ്രൊഫഷനിലോട്ട് കടക്കുമ്പോൾ അത് വേറെ വേ. നമ്മുടെ വീട്ടിൽ നമ്മുടെ സ്വകാര്യതയിൽ നമ്മൾ ചെയ്യുമ്പോൾ അത് വേറൊരു വഴി. പ്രൊഫഷനിൽ ചെല്ലുമ്പോൾ ഞാൻ എൻ്റെ ഡെക്കോറം, ഞാൻ എങ്ങനെയാണ് ഹോസ്പിറ്റലിൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്തേ പറ്റുള്ളൂ. ഒരു ഹോസ്പിറ്റലിൽ ഡെക്കോറം നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യണം. ആസ് എ നേഴ്സ് നമ്മളവിടെ ചെന്ന് വീഡിയോ ചെയ്യാനൊന്നും പോകാറില്ല. ചില സ്ഥലത്ത് നമുക്കത് വീഡിയോ ഒന്നും അലൗഡേ അല്ല. അപ്പം നമ്മൾ ഒരു പേഷ്യൻസിൻ്റെ കെയർ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഇതിനെക്കുറിച്ചൊന്നും ആലോചിക്കുന്നില്ല. എപ്പോഴും ആ പേഷ്യൻ്റെ പുറകെ ആയിരിക്കും. ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന ICUലാണ്. ICU വർക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്ന വെന്റിലേറ്റർ പേഷ്യൻസ് ഒക്കെ ആയിരിക്കും. ഇപ്പം 24 hours അല്ല. ഇൻ കേസ് നമുക്കൊരു 8 മണിക്കൂർ ഡ്യൂട്ടി ഉണ്ടെങ്കിൽ ആ ഒറ്റ പേഷ്യൻ്റ് ഉണ്ടെങ്കിൽ ആ 8 മണിക്കൂറത്തേക്ക് ആ പേഷ്യൻ്റെ പുറകെയാണ് എല്ലാ കാര്യങ്ങളും A to Z നമ്മളെല്ലാം നമ്മൾ ചെയ്തു കൊടുക്കണം. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും നമുക്ക് ഇതിൻ്റെ വിചാരങ്ങളോ ചിന്തകളോ ഒന്നും വരത്തില്ല. നമ്മുടെ ഭാഗത്തു നിന്ന് ഒരു മിസ്റ്റേക്ക് വരാൻ പാടില്ല എന്നൊരു ചിന്തയോടുകൂടി മാത്രം ഞാൻ എപ്പോഴും എൻ്റെ ഡ്യൂട്ടിക്ക് എൻ്റർ ചെയ്യുമ്പോൾ പറഞ്ഞു, ഭഗവാനെ ഇന്ന് എൻ്റെ ഭാഗത്തു നിന്നൊരു മിസ്റ്റേക്ക് വരല്ലേ പ്ലീസ്. നമുക്ക് അറിയാണ്ട് ചിലപ്പോൾ മിസ്റ്റേക്ക് വരും, മനുഷ്യനാണ്. നമ്മൾ അത് വരല്ലേ എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് നമ്മൾ ഡ്യൂട്ടിക്ക് ഞാൻ കയറുന്നത് തന്നെ. പിന്നെ ഓരോ പേഷ്യൻസിൻ്റെ കിടത്തം കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ദൈവമേ. അപ്പം അവർ കിടക്കുമ്പോൾ ഞാൻ ആയിരിക്കും നമ്മുടെ ഈ ചെറുവിരലൊന്ന് അനക്കണമെങ്കിൽ മുകളിലിരിക്കണം ഈശ്വരൻ വിചാരിക്കണം. അപ്പം ആ കിടക്കുന്ന ആൾക്കാർ ചിലപ്പോൾ വിചാരിക്കുന്നുണ്ടാവും എനിക്കൊന്ന് എഴുന്നേറ്റ് നടക്കാൻ പറ്റിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ എനിക്കൊന്ന് എഴുന്നേറ്റ് ഓടാൻ പറ്റിയിരുന്നെങ്കിൽ. അപ്പം ഞാൻ വിചാരിക്കുകയാണ് ഈ മനുഷ്യൻ ഇതൊക്കെ കണ്ടിട്ടും അവസാനം ഇത്രയും നെഗറ്റീവ്സ് ഒക്കെ അടിച്ചിട്ടും എല്ലാവർക്കും ഏതെങ്കിലും ഒരു അവസ്ഥ വന്ന് ഞാൻ അന്ന് ചെയ്തത് എന്തിനായിരുന്നു എന്നൊരു ചിന്ത അവരുടെ ഉള്ളിലോട്ട് വന്നാൽ എന്ത് സംഭവിക്കുന്നത് ചിലപ്പോൾ ആലോചിക്കാറുണ്ട്. അപ്പം ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു മിഥുൻ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് കമന്റ്സോ കാര്യങ്ങളോ ആളുകളെ ശ്രദ്ധിക്കാത്തതിന് കാരണം ഡെയിലി ഒരു ഹോസ്പിറ്റലിൽ ഒരു മനുഷ്യന്റെ A to Z കാര്യങ്ങൾ കാണുന്നതുകൊണ്ടായിരിക്കും അല്ലേ? യെസ്, ഓഫ് കോഴ്സ്. കാരണം നിങ്ങൾക്കറിയാം എന്താണ് ഇപ്പൊ പറഞ്ഞ പോലെ ഒരു ചെറുവിരൽ അനക്കണമെങ്കിൽ നമ്മുടെ കയ്യിലല്ല അതിരിക്കുന്നത്. അതല്ല, നമ്മൾ പറയും എല്ലാം ഡോക്ടേഴ്സിന്റെയും നഴ്സുമാരുടെ കയ്യില. അല്ല, ഈ ഡോക്ടേഴ്സും നഴ്സുമാർക്കും നമ്മുടെ ഈ ശരീരം തന്നെ സൃഷ്ടിച്ചിരിക്കുന്നത് അത് വേറൊരു ശക്തിയാണ്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ദൈവത്തിന് വിളിക്കാം, വേറെ എനർജിന്ന് വിളിക്കാം, വേറെ എന്തെന്നും വിളിക്കാം. അത് പഠിച്ചെടുത്തതാണ് ഡോക്ടേഴ്സ്, അത് പഠിച്ചെടുത്താണ് നഴ്സുമാർ. അവരെ ഇട്ടിട്ടാണ്. പിന്നെ ഈ പറയുന്ന ഡോക്ടേഴ്സും ദൈവത്തിനെ വിചാരിച്ചിട്ടാണ് ഒരു പേഷ്യൻ്റെ ദേഹത്ത് കൈവയ്ക്കുന്നത്. അപ്പം എല്ലാം മുകളിലിരിക്കുന്ന ഒരാളെ സംബന്ധിച്ച് നമ്മളത് ജസ്റ്റ് ഒരു അവരുടെ വർക്കേഴ്സായിട്ട് ജസ്റ്റ് ജോലി ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഇടയിൽ ഒരു മിസ്റ്റേക്ക് വരുത്തല്ലേ എന്ന് നമുക്ക് ഈശ്വരനോട് പ്രാർത്ഥിക്കാനേ പറ്റുള്ളൂ. ഇതിനൊക്കെ ശേഷം റൂമിലെത്തിയതിനു ശേഷമാണോ ഇങ്ങനെ ഇപ്പൊ ദുബായിലോ എവിടെയാണ്? ഞാനിപ്പോൾ ഒമാനില് അവിടെ വെച്ചിട്ടൊക്കെ റീൽ ചെയ്യുന്നത് റൂമിൽ തിരിച്ചെത്തിയതിനു ശേഷം ഭയങ്കര ഹെക്ടിക് ആയ വർക്കിൽ ഒരു റിലാക്സ് ആണോ അതോ പുതിയൊരു പാട്ട് വന്ന് അയ്യോ അത് ഞാൻ ചെയ്തില്ലല്ലോ എന്താണ്? ആക്ച്വലി ഞാൻ ഇവിടെ നിന്ന് ഒമാനി പോകുമ്പോൾ 2023 ലാസ്റ്റ് എങ്ങാണ്ടാന്ന് ഞാൻ ഒമാനി പോകുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ ഡിപ്രസ്, കാരണം ഞാൻ ആദ്യമായിട്ട് ഇന്ത്യക്ക് വെളിയിൽ പോകുന്നത്. വീട് വിട്ട് ഭയങ്കര ഹോം സിക്നെസ് ആയി, ഒരു ഭയങ്കര ലോൺലിനെസ് ഫീൽ ചെയ്തു.
അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ കുറച്ച് നാളത്തേക്ക് ഇൻസ്റ്റഗ്രാം സ്റ്റോപ്പ് ചെയ്തു. ഐ മീൻ ഒരു 2 വർഷത്തേക്ക് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഒന്നും തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. കാരണം എനിക്ക് എൻ്റെ ജോലി കരിയർ അതും മുന്നോട്ട് കൊണ്ടുപോകണം. പിന്നെ എനിക്ക് അവിടെ നിന്ന് മൈഗ്രേറ്റ് ചെയ്ത് പോകണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് പഠിത്തത്തിലോട്ട് നോക്കി. അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഇങ്ങോട്ട് വരാറായപ്പോഴത്തേക്കുമാണ്, കാരണം കുറച്ച് ഇനി 2 വർഷം ഞാൻ നിന്നല്ലോ, ഈ 2 വർഷത്തിനിടയ്ക്ക് അതിന് ശേഷം നാട്ടിൽ വരുമ്പോൾ കുറച്ച് എൻ്റർടൈൻമെൻറ്റ് വേണം എന്ന് വിചാരിച്ചിട്ട് മാത്രമാണ് പിന്നെ ഞാൻ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയത്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വല്ലപ്പോഴും ഒക്കെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അല്ലാത്ത സമയത്ത് 24 hours ലൈക്ക് 8 hours ഡ്യൂട്ടി കഴിഞ്ഞാൽ പിന്നെ ഞാൻ റൂമിൽ വരും, തന്നെ ഇരിക്കും, പാട്ട് കേൾക്കും, കിടന്നുറങ്ങും, എൻ്റെതായ കാര്യങ്ങൾ ഞാൻ ചെയ്യും. അത്രേ ഉള്ളൂ. ഇപ്പൊ മൈഗ്രേറ്റ് ചെയ്യുന്നു, എല്ലാവരും ഇപ്പൊ ഇവിടുന്ന് മൈഗ്രേഷൻ ആണല്ലേ? Yes. മൈഗ്രേഷൻ ഏറ്റവും എളുപ്പമുള്ള വഴിയാണ് നേഴ്സ് അല്ലേ? അതെ. എളുപ്പം എന്നൊക്കെ ഒരിക്കലും പറയാൻ അല്ല പറ്റില്ല. അങ്ങനെയല്ല, ഏറ്റവും ചാൻസസ്, എളുപ്പമല്ല, ചാൻസ്, ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ചാൻസസ്. ഞങ്ങളെ സംബന്ധിച്ച് മൈഗ്രേറ്റ് ചെയ്യണമെങ്കിൽ ചാൻസ് വളരെ കുറവാണ്. ചാൻസസേ കുറവാണ്. അതിപ്പോൾ ഏത് മെഡിക്കൽ പ്രൊഫഷൻ എടുത്താലും നമുക്ക് മൈഗ്രേഷൻ ഈസിയർ എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഒരുപാട് എക്സാംസും അതിന് ഓരോ കടമ്പകളും ഉണ്ട്. നമ്മൾ പാസ്സായി നമ്മൾ പോയി കഴിഞ്ഞാൽ ഓക്കെ, നമ്മുടെ ലൈഫ് ഈസ് സെറ്റിൽ. അതാണോ വെളിയിൽ പോയി സെറ്റിൽഡ് ആവാനാണോ പ്ലാൻ? എൻ്റെ ഒരു പ്ലാൻ അങ്ങനെയാണ്. എല്ലാം സർവേശ്വരന്റെ കയ്യിൽ. അപ്പൊ ഈ കണ്ണെഴുതുന്നതിനെ കുറിച്ച് വീട്ടില് ഒന്നുമില്ല, ഒരു റെസ്ട്രിക്ഷൻസും ഇല്ല. നമ്മളങ്ങനെ നമ്മളെന്താ പറയാ, മറ്റുള്ളവർ കാണിക്കാൻ നമ്മൾ ശരിക്കും വലിച്ചു നീട്ടി വാലൊന്നും ഇട്ട് എഴുതുന്നില്ലല്ലോ. ഇല്ല, അതാ പറയുന്നത്. സി എന്നെ കുത്തി പറഞ്ഞാണോ? ഇപ്പൊ നമ്മള് ഞാൻ മറ്റുള്ളവരെ കാണിക്കാനല്ല. ഇതിപ്പോ എന്റെ ചോദ്യം മറ്റേ പരമശിവനായത് ഒരു ഭസ്മാസുരന് വരം കൊടുത്തോലെ, ഞാൻ എന്നെ കണ്ട ഉച്ചയ്ക്ക് കുട്ടിയിലോ. അങ്ങനെ അല്ലല്ല അച്ഛൻ പറഞ്ഞത്. ആക്ച്വലി നമ്മളിപ്പം ഭയങ്കരമായിട്ട് കണ്ണ് വലിച്ചു നീട്ടി എഴുതി നമ്മൾ പുറത്തേക്ക് നടന്നു, ഈ ചെറുക്കൻ ഇങ്ങനെ നടക്കണേ, ഇങ്ങനെ വലിച്ച് ഭയങ്കര കണ്ണ് എഴുതി. അതേപോലെ ഈ നമ്മുടെ ഈ ഐലിഡിന്റെ മോളിൽ കൂടെ എഴുതുന്നത് അതൊന്നും ഞാൻ എഴുതാറില്ല. ജസ്റ്റ് ഒരു അടിക്കടെ ജസ്റ്റ് ഒരു കണ്ണ് എഴുതുക. അത് എപ്പോഴും ഇല്ല, വല്ലപ്പോഴും മാത്രം, വീഡിയോസ് ചെയ്യുമ്പോൾ മാത്രം, അങ്ങനെയുള്ളൂ. അല്ലാണ്ട് എപ്പോഴും ഞാൻ അങ്ങനെ. അല്ല, വീട്ടുകാർ ചോദിച്ചതൊന്നുമല്ല, നമുക്കിഷ്ടമുള്ള രീതി നടക്കാൻ, അതിനെ വിടുന്ന ഒരു നോ കേൾക്കാത്തതിന് വലിയ കാര്യം. എല്ലാവർക്കും ഒന്നും പറ്റണ കാര്യമല്ല. കാരണം വീട്ടുകാരെന്ത് പറയും, നാട്ടുകാരെന്ത് പറയും, അതിൽ യു ആർ വെരി ലക്കി. എൻ്റെ നാട്ടുകാരോ വീട്ടുകാരോ ഒന്നും എന്നെ ഇതുവരെ ഒരു റെസ്ട്രിക്ഷൻ എനിക്ക് ഇതുവരെ ഉണ്ടായിട്ടുമില്ല. ഇനി ഇങ്ങനെ നാളെ എന്താണെന്ന് അറിയത്തില്ല, ഈ ഒരു നിമിഷം വരെ ഇല്ല. അമ്മയെ കുറിച്ച് പറയുമ്പോ കരയൂന്ന് പറഞ്ഞു, എന്ത് പറ്റി? അല്ല, അമ്മയെ കുറിച്ച് പറയുമ്പോഴത്തേക്കും നമ്മളെ ഷീസ് ഗ്രേറ്റ്, എന്താ പറയാ, അമ്മ മകനാണല്ലേ? അമ്മ മകനാണ്, അച്ഛന്റെ മകനാണ്. ആണ്, അങ്ങനെയല്ല. പക്ഷെ നമുക്കൊരു എന്താ പറയാ, അതെന്താന്ന് അറിയത്തില്ല. ചെറുപ്പം മുതൽ എൻ്റെ അമ്മയുടെ കൂടെ ഞാൻ നടന്നുകൊണ്ടും അമ്മയുടെ കാര്യങ്ങളും ഈ കുക്കിംഗ് ഒക്കെ പഠിച്ചത്. ഞാൻ ചോദിക്കാൻ വരുമായിരുന്നു അമ്മയോട്, ഫസ്റ്റ് ചോദിക്കാൻ വന്ന കുക്കിങ്ങും ക്ലീനിങ്ങും എല്ലാം അറിയാം. മിക്കതും എല്ലാം കുക്ക് ചെയ്യാൻ അറിയാം. ഞാൻ പണ്ട് മുതൽ ചെറുപ്പ സമയത്ത് ഞാൻ അമ്മയുടെ കൂടെ നടക്കും. അപ്പം അമ്മയുടെ ഇപ്പം നമ്മൾ കടുക് പൊട്ടിക്കും, ഞാൻ അമ്മേ എത്ര കടുക് ഇടണം അത് പൊട്ടിക്കാനായിട്ട് എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പം ചിലപ്പോൾ അമ്മയുടെ കൂടെ നടന്നുകൊണ്ടായിരിക്കും, ഒരു അമ്മ മകനായതുകൊണ്ടായിരിക്കാം എനിക്ക് അമ്മയുടെ ഭയങ്കരം ഒരു എന്താ പറയുക, ഇഷ്ടത്തിലുപരി എന്താ പറയുക, ഒരു റെസ്പെക്റ്റ് ആണോ നമ്മൾ കാണത്തില്ലേ, എന്താ പറയുക, ദൈവം നമുക്ക് മുന്നിൽ വന്ന് നിൽക്കുക എന്ന് പറയുമ്പോഴത്തേക്കും അതെൻ്റെ അമ്മ. അതിപ്പോൾ എല്ലാവർക്കും അങ്ങനെയായിരിക്കാം, ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാർക്കും അങ്ങനെയായിരിക്കാം. അമ്മയില്ലാത്ത എൻ്റെ ഒരു വീടെന്ന് പറയുന്നത് ജസ്റ്റ് അതൊരു വാനിഷ്. അതിപ്പോൾ എല്ലാവർക്കും അതെ. നമുക്കിപ്പം നമ്മുടെ ഒരു വീട്ടിലോട്ട് കയറി ചെല്ലുമ്പോഴത്തേക്കും അമ്മയെന്ന് വിളിച്ചുകൊണ്ട് നമുക്ക് കയറി ചെല്ലാനേ പറ്റുള്ളൂ. വേറെ നമ്മൾ ചെല്ലുമ്പോഴത്തേക്കും അമ്മയുടെ ശബ്ദം ആ വീട്ടിലില്ലെങ്കിൽ ആ വീട് ഒരു എന്താ പറയുക, ഒരു ശൂന്യം. അത് ഈ 2 ആമക്കളുള്ള ഒരുമാതിരിപ്പെട്ട വീട്ടിലേ എൻ്റെ ചേച്ചിയുടെ മോനുണ്ട്. അവൻ ഇതുപോലെ ഇളയവൻ ഇതുപോലെ എല്ലാ കാര്യങ്ങളും ചെയ്യും. എൻ്റെ അമ്മയുടെ ചേച്ചിയുടെ എൻ്റെ ആങ്ങള അവനും ഇതുപോലെ തന്നെയാ. ഇളയവൻ എപ്പോഴും അമ്മയുടെ കൂടെ, അതുകൊണ്ട് എല്ലാ പണി അറിയാം. എല്ലാം നല്ല, അവർക്ക് നീറ്റാണ്. അവർ ചെയ്യുന്ന പണിയിൽ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അവരുണ്ടാക്കുന്ന ഫുഡടക്കം അവരെ വീടൊക്കെ നല്ല ക്ലീൻ ചെയ്യും. അതുകൊണ്ട് എന്താ വെച്ചാൽ ഇവർക്കൊക്കെ എവിടെയെങ്കിലൊക്കെ വെളിയിൽ പോയിട്ട് വരുമ്പോൾ നാട്ടുകാർ പരിതപിക്കും, അയ്യോ അവർക്കൊരു പെങ്കൊച്ചില്ലല്ലോ. പെങ്കൊച്ചിന് ഇത് ആവശ്യമില്ല, നന്നായിട്ട് ചെയ്യും. ഇപ്പൊ ഞാൻ അവിടെയാണെങ്കിലും ഗൾഫിലാണെങ്കിലും കറി ഉണ്ടാക്കുന്ന സമയത്ത് അയ്യോ ഇതിന് എന്തോ കുറവുണ്ടല്ലോ, ഞാൻ അപ്പം അമ്മനെ വിളിക്കും. അമ്മ ഇതിന് എന്താ കുറവ്? അപ്പം പറയും കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടാൽ മതി, കുറച്ച് മുളക് പൊടി ഇട്ടാൽ മതി, അല്ലെങ്കിൽ കുറച്ച് അത് ഇട്ടാൽ മതി. നമ്മൾ എന്തോരം ഇടണം? ഇവർക്കൊക്കെ കൈയളവാണ്. നമുക്ക് ഞാൻ പറയാം എത്ര ടീസ്പൂൺ ഇടണം അമ്മ പറ, ആ ടീസ്പൂണിന്റെ വലിപ്പം പറ എന്നൊക്കെ പറഞ്ഞു തരും. പക്ഷെ അവർക്ക് കൈകൾ നമ്മളെന്തിനൊക്കെ ആക്കിയിടും. പക്ഷെ എന്നെ സംബന്ധിച്ചോളം മൈ അമ്മ ഈസ് സോ ഗ്രേറ്റ്. ആൻഡ് എൻ്റെ അമ്മ ഒരു റോൾ മോഡലാണ് എനിക്ക്. ആൻഡ് പുള്ളിക്കാരി സഹിച്ചതിലും അത്രയും എനിക്ക് തോന്നുന്നു വേറെ ആരും സഹിച്ചിട്ടുണ്ടാവില്ല എന്നെ സംബന്ധിച്ചോളം, ഞാൻ കണ്ടിരിക്കുന്ന ആൾക്കാർ. എന്ത് പറ്റി?
അല്ല, ഒരുപാട് ഞങ്ങളെ പഠിപ്പിച്ചെടുക്കുന്നതിലായാലും 2 മക്കളെ പഠിപ്പിച്ചെടുക്കുന്നതിലായാലും അച്ഛൻ്റെ ഇത് ഇല്ലാന്നല്ല ഞാൻ പറഞ്ഞത്. അച്ഛൻ്റെ ഒരുപാട് അനുഗ്രഹങ്ങളും ഒരുപാടുണ്ട്. പക്ഷേ അമ്മ കുറച്ചും കൂടെ നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഉം. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അമ്മയ്ക്ക് എന്തായിരുന്നു ജോബ്? ഞങ്ങള് എൻ്റെ അമ്മയ്ക്കെന്ന് പറഞ്ഞാൽ ചെറിയ കുടുംബശ്രീയും പിന്നെ ഞങ്ങൾ കൊട്ടയൊക്കെ നെയ്യുമായിരുന്നു. ഈ കൊട്ട എന്നൊക്കെ അറിയത്തില്ലേ? മനസ്സിലായി, മനസ്സിലായി. പനമ്പ് അങ്ങനെയൊക്കെ നെയ്യുമായിരുന്നു. ആ. അതൊക്കെ വളർത്തിയിട്ടാണ് ഞങ്ങളെ ഇത്രയും പഠിപ്പിച്ച് വലുതാക്കിയതും. ഓ, എൻ്റെ അമ്മ ഇന്നില്ലായിരുന്നെങ്കിൽ ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഇന്റർവ്യൂവിൽ വന്നിരിക്കത്തില്ല, ഞാനിപ്പോൾ ഒരു നേഴ്സ് ആവില്ല, ഒന്നും തന്നെ ആവാൻ എനിക്ക് പറ്റത്തില്ലായിരുന്നു. അപ്പോൾ ഷീ ഈസ് സോ ഗ്രേറ്റ്. ഓഹോ, അതായത് ചെറിയ വീട്ടിലിരുന്ന് തന്നെ ചെറിയ ചെറിയ കുലത്തൊഴിലൊക്കെ ചെയ്ത് ആ. അങ്ങനെയൊക്കെ ഞങ്ങൾ വളർത്തിയതാ. പിന്നെ ഞങ്ങളുടെ അവിടെ പാറയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇഞ്ചിയൊക്കെ വരും, ഇഞ്ചിയൊക്കെ ചിരണ്ടി ആ. അങ്ങനെ വളരെ 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 രീതിയിൽ തന്നെ ഞങ്ങള് ആ ഒരു കൈ പിടിച്ച് കയറ്റിക്കൊണ്ട് വന്നതാണ് വളരെ കഷ്ടപ്പാടിൽ നിന്ന്. ഞാൻ വളരെ സാധാരണമായിട്ടൊരാളാണ്. വളരെ വളരെ ഇപ്പോഴൊക്കെയാണ് നമുക്കൊരു ജോബായതും ഇന്ന് നല്ലൊരു സാലറിയിൽ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നതും ഒക്കെ ഈശ്വരൻ്റെ, എൻ്റെ അമ്മയുടെയും എൻ്റെ വീട്ടുകാരുടെ ഒക്കെ ഒരു കഴിവാണ്. എനിക്ക് തോന്നിയിട്ടുള്ള കാര്യമായിട്ട് എൻ്റെ Okay, fine. പേഴ്സണൽ ആയിട്ടുള്ളതാണ്. ഒരിക്കലും അതൊരു യൂണിവേഴ്സൽ ഫാക്റ്റാന്ന് ഞാൻ പറയില്ല. ഈ സ്ത്രീക്ക് അമ്മമാരെ സ്നേഹിക്കുന്ന ഒരുപാട് പുരുഷന്മാർക്ക് സ്ത്രീകളെ നന്നായിട്ട് ബഹുമാനിക്കാൻ അറിയാം. ഓഫ് കോഴ്സ്. ഇപ്പം എനിക്കായാലും കൂടി നമ്മൾക്ക് എൻ്റെ അമ്മയുടെ ആ ഒരു ഇടപെടലും എല്ലാം കൂടെ കൂടിയിട്ടായിരിക്കാം എനിക്ക് ലേഡീസിനോട് റെസ്പെക്റ്റ് ഇത്തിരി കൂടുതലാണ്. ഇപ്പം ഞാൻ എവിടെ ചെന്നാലും ചേച്ചിമാരായിക്കോട്ടെ ആരും ആയിക്കോട്ടെ ഭയങ്കര അവരെ എൻ്റെ അടുത്ത് അപ്രോച്ച് ചെയ്യുന്നത് ഞാൻ അവരുടെ അടുത്ത് അപ്രോച്ച് ചെയ്യുന്നത് വളരെ ഈക്വലായിട്ട്. അവർക്ക് എന്തും എൻ്റെ അടുത്ത് പറയാം, ഞാൻ എനിക്കും അവരുടെ അടുത്ത് എന്തും പറയാത്ത രീതിയിലാണ്. ഞാനിപ്പോൾ വർക്ക് ചെയ്ത ഡൽഹിയിലത്തെ ഹോസ്പിറ്റലായാലും, ഞാനിപ്പോൾ ആലുവയിൽ കാരോത്തുഴി എന്ന് പറഞ്ഞ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്, അവിടെ ആയാലും ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലായാലും തന്നെയും ഒരുപാട് എന്താ പറയുക സിസ്റ്റേഴ്സും അത്രയ്ക്കും ഞങ്ങൾ അത്ര ഇൻട്രാക്റ്റീവാണ്. കാരണം ഒരു 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 ലേഡീസിന് പറയാൻ പറ്റാത്ത കാര്യം എന്നോട് പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ അത്രയും ക്ലോസ് ആയതുകൊണ്ടായിരിക്കാം, അല്ലേ? അപ്പം അത്രയും റെസ്പെക്റ്റോട് കൂടി നിന്നുകൊണ്ടായിരിക്കാം അത് നമ്മുടെ അടുത്ത് പറയുന്നത്. ആ റെസ്പെക്റ്റ് ഇപ്പോഴും ഞാൻ കീപ്പ് ചെയ്യുന്നുണ്ട്. അത് അങ്ങനെ തന്നെ കൊണ്ടുപോകാനാണ് എനിക്ക് ഇഷ്ടവും താനും എന്ന് വിചാരിച്ചിട്ട് എല്ലാ ആണുങ്ങളും അങ്ങനെയാണെന്നല്ല പറയുന്നത്. ആണുങ്ങൾ നല്ല ആൾക്കാർ എത്രയോ പേരുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ചേച്ചി, നമുക്കൊരു മെയിൽ ഫീമെയിൽ എടുക്കുവാണെങ്കിൽ അതിൻ്റെ അകത്ത് മെയിൽസ് ആയാലും ഫീമെയിൽസ് ആയാലും 50-50 ആണ്. രണ്ടിലും നല്ലവരുണ്ട് ചീത്തവരുണ്ട്. അതിൽ ചോദിച്ചപ്പോഴാണ് ഈ നേഴ്സ് ആയതുകൊണ്ട് കേട്ടോ ചോദിക്കുന്നത്. ഒരുമാതിരിപ്പെട്ട ആമ്പിള്ളേരൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് പറയും ഭാര്യയുടെ ഡെലിവറി കണ്ടതോടുകൂടി അമ്മയോട് ഭയങ്കര സ്നേഹമായെന്ന് പറയും. ഇങ്ങനെ തമാശക്ക് ഇങ്ങനെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അയ്യോ എനിക്ക് അമ്മയോടെന്ന് പറഞ്ഞാൽ ഭയങ്കര സ്നേഹം. പക്ഷേ ഇപ്പം നേഴ്സും കൂടെയാണ്. ഡെലിവറി എടുത്തിട്ടുണ്ടോ? ഇല്ലില്ല, ഞാൻ പണ്ട് പഠിക്കുന്ന സമയത്ത് അസിസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ബാംഗ്ലൂർ PHC ആയിരുന്നു. അപ്പോൾ PHC ആകുമ്പോൾ നമുക്ക് ഒരുപാട് ഡെലിവറീസും ഒക്കെ കാണാൻ പറ്റും. നമുക്ക് LSES ഒക്കെ കാണാൻ പറ്റും. അന്നേരം കണ്ടിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഈ ഗൾഫ് കൺട്രീസിലൊക്കെ നമുക്ക് ഭയങ്കര റെസ്ട്രിക്ഷൻസ് ഉണ്ട്. മെയിൽസിനെ നോക്കാൻ പാടില്ല, ഫീമെയിൽസ് നോക്കാം, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് ഉള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് മെയിൽസ് പേഷ്യൻസ് നമുക്ക് എപ്പോഴും കിട്ടുള്ളൂ. നമുക്ക് നാട്ടിലൊക്കെ ആകുമ്പോഴത്തേക്കും ഫീമെയിൽ പേഷ്യൻസ് കിട്ടും. പക്ഷെ അത് ഗൈനക്കോളജി കിട്ടണമെന്നില്ല, ഗൈനക്കോളജി പേഷ്യന്റ് കിട്ടണം. അല്ല, അങ്ങനെ ഒരു സീൻ ഉണ്ടായിട്ടുണ്ടോ എന്ന് ഞാൻ ചോദിക്കാൻ. പണ്ട് ഞങ്ങൾ അസിസ്റ്റ് ചെയ്തിട്ടുണ്ട്. പഠിക്കുന്ന സമയത്ത് നമ്മളെല്ലാം അറിഞ്ഞിരിക്കണമല്ലോ. അപ്പോൾ പഠിക്കുന്ന സമയത്ത് ഡെലിവറീസും അതേപോലെ LSEs ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മൾ ദൂരെ നിന്നില്ല, അടുത്ത് തന്നെ കണ്ടിട്ടുണ്ട്. പക്ഷെ അത് അസിസ്റ്റ് ചെയ്യേണ്ട ആവശ്യം ഞങ്ങൾക്ക് വന്നിട്ടില്ല. എന്റെയൊക്കെ ക്യാരക്ടർ വെച്ചിട്ട് ആളുകൾ തമാശക്കൊക്കെ പറയും, നീ ആണായിട്ട് പിറക്കണ്ടായിരുന്നു എന്നോട് പറയാറുണ്ട്. കാരണം എനിക്ക് ഈ പറയുന്ന ലാസ്യ നടനമില്ല. ഞാൻ ഇവിടെ നടന്ന അപ്പുറത്ത് പറഞ്ഞില്ല. അതായത് എനിക്കങ്ങനെ ഐ എം നോട്ട് ബോതേർഡ് അബൌട്ട് വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ മൈ സറൗണ്ടിങ്. ഞാൻ ഒരിക്കലും ഒന്നുമേ ചിന്തിക്കാറില്ല. അപ്പോൾ എപ്പോഴും പറയും പെണ്ണുങ്ങളെ പോലെ നടക്കും. എന്നോട് എപ്പോഴും കേൾക്കുന്ന, നീ ഒരു പെണ്ണിനെ പോലെ നടക്ക്. ഞാൻ സാരി കൊടുത്ത ആൾക്കാർ പറയും, ഇടി നീ ഉടുത്തേക്കുന്ന സാരി അതിനൊരു മര്യാദയുണ്ട്, അല്ലാണ്ട് ജീൻസ് ഇട്ടിട്ട് നടക്കരുതെന്ന് എപ്പോഴും എന്നോട് പറയും. മനസ്സിലായി? ഞാനിങ്ങനെ അങ്ങനെ ഒരു രീതിയാണ് അതെൻ്റെ ക്യാരക്ടറാണ് എന്ന് വെച്ചാൽ ഞാൻ ആണാണ്. അപ്പോൾ എപ്പോഴും വീട്ടുകാരും പറയും ഇതേതാണ്ട് ഒരു 10 മിനിറ്റത്തെ ഗ്യാപ്പിൽ മാറിപ്പോയതൊക്കെ പറയും. ഞാൻ നോക്കിയപ്പോൾ മിഥുന് നന്നായിട്ട് ആ ഒരു ഫീച്ചറുണ്ട്. അതായത് ഈ ലാസ്യ ഭാവം എന്നല്ല, സ്ത്രീകൾ നടക്കുമ്പോൾ ഉള്ളൊരു പൊതുവേ ഉള്ളൊരു ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. അതുകൊണ്ട് എനിക്കതില്ല താനും. മനസ്സിലായോ? അപ്പം എന്നെ സംബന്ധിച്ച് ആരും അതിൻ്റെ കളിയാക്കലല്ല, ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. മിഥുനേയും പറയുന്നുണ്ട് മിഥുനെ കളിയാക്കിയിട്ടില്ലെന്ന്. പക്ഷെ മിഥുൻ ഇങ്ങനെയുള്ള ആളുകളെ കണ്ടിട്ടില്ലേ റിയൽ ലൈഫിൽ? അവരെയൊക്കെ കളിയാക്കുന്ന കേട്ടിട്ടില്ലേ? ഈ നമ്മുടെയൊക്കെ ഈ ഫേസ്ബുക്കിലാണെങ്കിലും ശരി, അല്ലെങ്കിൽ റിയൽ ലൈഫിലാണെങ്കിലും ശരി, ഇങ്ങനെയൊക്കെ കളിയാക്കുന്നവരെ കാണാറില്ലേ? എന്നെ കളിയാക്കിയിട്ടെന്നല്ല ഞാൻ പറഞ്ഞിട്ടില്ല, എന്റെ നേരെ വെച്ച് പറഞ്ഞിട്ടില്ല. കളിയാക്കൽ ഉണ്ടാകിയായിരിക്കാം, എന്റെ നേരിൽ ഞാൻ കണ്ടിട്ടില്ല. പറഞ്ഞു കേട്ടിട്ടുണ്ട്, കളിയാക്കൽ നടന്നിട്ടുണ്ട്. മീൻസ് നിന്നെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ എന്നെ നേരിൽ ആരും എന്നെ അങ്ങനെ കളിയാക്കിയിട്ടില്ല.
അതാ പറഞ്ഞേ ഈ ചാന്തുകൂട്ടം എന്നൊക്കെ ഉള്ളൊരിത് വിളിക്കുമ്പോഴേ നമുക്കാണെങ്കിലും ഭയങ്കര വിഷമം. അതൊരാളുടെ നമുക്ക് ഇപ്പോഴാണ് ഈ പറയുന്ന അവകാശബോധം കുറെ കൂടെ തോന്നിയിട്ട് അതൊരാളുടെ സ്ട്രക്ചറാണ്, അല്ലെങ്കിൽ അയാൾ അങ്ങനെയാണ്, അയാൾ അത് അങ്ങനെയാണ് എന്ന് പറയാം. പണ്ടെന്നൊക്കെ പറയുമ്പോൾ അവനെന്തോ അസുഖമാണ്, അവനെ കൊണ്ട് ഹോസ്പിറ്റലാക്കുക, അല്ലെങ്കിൽ അവനെന്തോ പ്രശ്നമുണ്ടെന്നൊക്കെ, അവനെന്നോ അവളെന്നോ, ഇപ്പോൾ ഒരു പെണ്ണാണെങ്കിലും ഒരു ആണിനെ പോലെ നടക്കുന്ന, ഞാൻ പറഞ്ഞില്ല ഞാൻ മുണ്ട കൊടുത്ത് ആ വീട്ടിൽ നടക്കാറുള്ള എൻ്റെ ബ്രദറിൻ്റെ മുണ്ട, എനിക്കെന്തോ ബ്രദറിൻ്റെ മുണ്ട കൊടുത്ത് നടക്കുക എനിക്ക് ഭയങ്കര, എനിക്ക് എന്തോ ഒരു ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ആയിരുന്നു. പക്ഷെ അന്ന് ഞാൻ എൻ്റെ സ്ത്രീയിലെ തന്നെ, എൻ്റെ സ്ത്രീ ഞാൻ എന്താണോ അതാണ് എനിക്കിഷ്ടം. പക്ഷെ അതെനിക്ക് ഇഷ്ടമാണ്, അതും എനിക്കിഷ്ടമാണ്. എന്താണ് ആണുങ്ങളുടെ മുണ്ടുടുത്താലുള്ളത് അതാണ് ഞാൻ നോക്കുന്നത്. ഞാൻ ചോദിച്ചു, ഇങ്ങനെയുള്ള ആളുകളെ സമൂഹത്തിൽ കണ്ടിട്ട് ആളുകൾ കളിയാക്കുമ്പോൾ എന്താ മിഥുന് തോന്നുന്നത് ശരിക്കും ഒരു ഈ കളിയാക്കലുകളൊക്കെ ഏറ്റവും കൂടുതൽ എങ്ങനെയായിരിക്കും ഒരാളെ ബാധിക്കുക? എനിക്ക് ഞാൻ ഒരുപാട് ആൾക്കാരും കണ്ടിട്ടുണ്ട്. എനിക്ക് ഒരുപാട് ട്രാൻസ് ആയിട്ടുള്ള ആൾക്കാരുമായിട്ട് ഒരുപാട് മീൻസ് ഫ്രണ്ട്ലി എന്നുവെച്ചാൽ അധികം ഫ്രണ്ട്സിൽ ഞങ്ങൾ ജസ്റ്റ് ഹായ് ബൈ ബന്ധങ്ങളുണ്ട്. അപ്പം നമ്മൾ അവരെയൊക്കെ കാണുമ്പോഴത്തേക്കും, അവർക്ക് കളിയാക്കലുകൾ കാണുമ്പോഴത്തേക്കും, ഇപ്പം എന്നെയും കളിയാക്കിയിട്ടില്ല ഞാൻ പറഞ്ഞിട്ടില്ല, എന്നെ കളിയാക്കിയിട്ടുണ്ടായിരിക്കാം, പക്ഷേ എൻ്റെ നേരിൽ ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ഞാൻ പറയില്ല, ഒരാൾ മുഖേന അല്ലെങ്കിൽ 2-3 ആൾക്കാർ മുഖേന ഞാൻ കേട്ടിട്ടുണ്ടായിരിക്കാം. ഇപ്പം ചേച്ചി പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇപ്പോൾ ഒരു ഫീമെയിൽ ഒരു ഒരു കുറച്ചുകൂടെ ഒരു പൗരുഷം കാണിച്ച് നടന്നു കഴിഞ്ഞാൽ അത് സെലിബ്രേറ്റ് ചെയ്യും ആൾക്കാർ. ഓ യെസ്, അവൾ അങ്ങനെ പറഞ്ഞാൽ നമുക്ക് ഇത്രയും തൻ്റെ ഇടം ഉണ്ട്, നല്ലതല്ലേ? കുറച്ചൊരു എന്താ പറയുക, മറ്റുള്ളവരുടെ മുന്നിൽ അവൾ അത്രയും തൻ്റെ ഇടം കാണിക്കുന്നുണ്ട്, അത് നല്ല കാര്യമല്ലേ? ബട്ട് ഒരു മെയിലായിട്ടുള്ള ഒരു വ്യക്തി ഒരു ചെറിയ ഫെമിനിൻ ടച്ച് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവർ പറയുന്നു ആണുങ്ങളുടെ വില കളയുന്നു. എനിക്കറിയാൻ പറ്റും ആണുങ്ങൾക്ക് എൻ്റെ വില എന്ന് പറയുന്നത് എനിക്കറിയില്ല. ആണുങ്ങളുടെ വില കളയുന്നു, അല്ലെങ്കിൽ അതങ്ങനാണ്, മറ്റവനാണ്, അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരാണ്. ഞാൻ പറയട്ടെ, ഇങ്ങനത്തെ ഉള്ള വ്യക്തികൾ, അല്ലെങ്കിൽ ഈ പറയുന്ന ട്രാൻസ് ആയാലും ആരായിക്കോട്ടെ, ഈ സമൂഹത്തിലുള്ള വ്യക്തികൾ, അവരുടെ ആ വിഷമം മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ അവരായിട്ട് ജീവിക്കണം ഒരു ദിവസം. മീൻസ് അവരുടെ ആ ഇന്നർ മൈൻഡ് നിങ്ങൾക്ക് വന്നാലാണ് അവരുടെ വിഷമം നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അവർ സഹിച്ച സാക്രിഫൈസിങ്, അവർ ജനിക്കുന്നത് മുതൽ ഇപ്പോഴത്തെ ഒരു നിമിഷം വരെ അവർ ജീവിച്ച് വന്ന ആ ഒരു സിറ്റുവേഷൻസ്, ആരും ജനിച്ച ഉടനെ അയ്യോ എനിക്കിങ്ങനെ ആയിക്കോളാമെന്ന് ഒരിക്കലും ആരും പറയുന്നില്ല. ഇപ്പം ഞാൻ ചേച്ചിയോട് ചോദിക്കുക, ചേച്ചിക്ക് നാളെ നല്ലൊരു ആണായിട്ട് നടക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും പറ്റില്ല. ചേച്ചിയോട് പറയാം, ചേച്ചി നാളെ ഒരു പെണ്ണിനായിട്ട് ചേച്ചി ഒരു ലൈൻ അടിക്കണം, അല്ലെങ്കിൽ ചേച്ചി ഒരു പെണ്ണിനെ കല്യാണം കഴിക്കണം, ഒരിക്കലും പറ്റുമോ? പറ്റില്ല. മെയിലിനോട് ചെന്ന് പറയാം നീ നാളെ ഒരു ആണിനെ കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞാൽ അവൻ കേൾക്കോ? ഇല്ല. അത് അവരുടെ, നമുക്കിപ്പോൾ അവർ പറയുന്നേക്കാം ഹോർമോൺ ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ എടുക്കുന്ന കാര്യം. അത് ഹോർമോൺ ട്രീറ്റ്മെൻറ്റ് അവരെടുക്കുന്ന കാര്യം എന്താ, അവർക്ക് അവരുടെ ബോഡീനെ ആ വഴിക്ക് വരുത്താൻ വേണ്ടിയിട്ടാണ് അവരെടുക്കുന്നത്. പക്ഷേ മനസ്സിനെ എങ്ങനെ ട്രീറ്റ് ചെയ്യും? നമുക്കിപ്പോൾ ഒരു ആൺ ശരീരത്തിൽ, ഒരു പെൺ ശരീരത്തിൽ, ഒരു എക്സാമ്പിൾ പറയുന്നത്, ഒരു ആൺ ശരീരത്തിൽ ഒരു പെണ്ണിൻ്റെ മനസ്സ് കുടുങ്ങിക്കഴിഞ്ഞാൽ അത് ഒരിക്കലും നമുക്കതിന് പറിച്ചു കളയാൻ പറ്റില്ല. ഇവർ പറയും അന്ന് നിങ്ങൾ ഈ ഹോർമോൺ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്നാൽ മെയിൽസിൻ്റെ ഹോർമോൺ ട്രീറ്റ്മെൻറ്റ് ആയിക്കൂടെ? അങ്ങനെ ആയിട്ട് എന്താ കാര്യം? ബോഡി മൊത്തം മെയിൽസിൻ്റെ ആവത്തേ ഉള്ളൂ, പക്ഷെ അവരുടെ മനസ്സെങ്ങനെ ആകും? നമ്മളങ്ങനെ ഒരിക്കലും കുറ്റം പറയാൻ പറ്റത്തില്ല. ഈ പറയുന്ന കുറ്റം പറയുന്ന ആൾക്കാർ ആരും ആയിക്കോട്ടെ, ഈ പറയുന്ന ആരും പെർഫെക്റ്റ് അല്ല ചേച്ചി ഈ ലോകത്ത്. നോ ബഡി ഈസ് പെർഫെക്റ്റ് ഇൻ ദ വേൾഡ്. ആരും പെർഫെക്റ്റ് അല്ല. എല്ലാവർക്കും അവരുടേതായ കുറവുകളും കുറ്റങ്ങളും എല്ലാം ഉണ്ട്. ഇപ്പം ഞാൻ ആദ്യം ചേച്ചിയുടെ ഇൻ്റർവ്യൂ തുടങ്ങുന്നതിന് മുന്നേ പറഞ്ഞ പോലെ, എന്നെപ്പോലെ അവൻ ചേച്ചിക്ക് പറ്റില്ല, ചേച്ചിനെ പോലെ അവൻ എനിക്കും പറ്റില്ല. ഈ ലോകത്ത് ആർക്കും അവരെ പോലെ ആയി നടക്കാനും പറ്റില്ല. ഇപ്പം നാളെ എൻ്റെ അടുത്ത് പറയണം നീ അവനെ കൂട്ട് നടക്കണം എന്ന് പറഞ്ഞാൽ എനിക്ക് പറ്റില്ല. അത് നടക്കുന്നത് ഒരു ജസ്റ്റ് ആക്ട് മാത്രമേ ആവുള്ളൂ. അത് ആക്ട് മാത്രമേ ആവുള്ളൂ. അവനെ കൂട്ട് എനിക്ക് നടക്കാൻ പറ്റുമോ? എൻ്റെ മനസ്സെന്ത് പറയും? അപ്പോൾ വേറെ രീതിയിൽ പറയും, നീ എന്താ അങ്ങനെ അവനെ കൂട്ട് നടക്കുന്നത്, എനിക്ക് എൻ്റേതായ ക്യാരക്ടർ ഇല്ലെന്ന് അവർ ചോദിക്കും. അപ്പം എനിക്ക് എൻ്റേതായ ക്യാരക്ടറും പലർക്കും പലതായ ക്യാരക്ടറും ഉണ്ട്. അതിനനുസരിച്ച് ഓരോരുത്തർക്കും നടക്കാൻ പറ്റുള്ളൂ. ഈ പറയുന്ന കുറ്റം പറയുന്ന ആൾക്കാർ പറയും അവനെന്താ ഇങ്ങനെ നടക്കണേ, അവനെന്താ അങ്ങനെ നടക്കണേ, അതിനൊന്നും ഒരു കഴമ്പുമില്ല. അത് അവർ മനസ്സിലാക്കണമെങ്കിലുണ്ടല്ലോ, ഈ ഇവരുടെ സിറ്റുവേഷനിൽ നിങ്ങളൊരു ദിവസം ജനിക്കണം, അന്ന് അതിൻ്റെ പെയിൻ മനസ്സിലാകും. ഈ പറയുന്ന ആൾക്കാരുടെ ഇവരായിട്ട് ജനിച്ച് നിങ്ങൾ ജീവിക്കണം, അന്നേരം മനസ്സിലാവും അയ്യോ ഇത്രയും വേദന ഞാൻ സഹിക്കുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെയാണ് ഇത്രയും ആളുകൾ ഈ ട്രാൻസ്ജെൻഡേഴ്സ് ഒക്കെ ആയി മാറുന്നതും ട്രാൻസ്സെക്ഷൽസ് ആയിട്ട് അവരുടെ സത്യത്തിലോട്ടായി ആയി വരുവാണ്. അവരങ്ങനെ ആയിരുന്നിട്ട് കാര്യമില്ല, അവരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. എന്തിനും അതെ, അവർ പലപ്പോഴും പറയാറുണ്ട് ഹൈഡ് ചെയ്ത് വെച്ചൊരു ലൈഫ് ഉണ്ട്, അതായത് ഇന്നതാണ് ഉള്ളില്, നമുക്ക് ഇതാണ് വേണ്ടത്, പക്ഷെ നമ്മൾക്കിടെ കയ്യിൽ ഇതാണ് ഉള്ളത്. അത് എങ്ങനെ സമൂഹം, ഫാമിലി എങ്ങനെ ആയിരിക്കും എന്നുള്ളടത്ത് ഒരുപാട് ഫാക്ടേഴ്സ് അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടാവും. അവരുടെ ഫാമിലി ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടാവും, ചിലപ്പോൾ അവരുടെ ഫ്രണ്ട്സിനെ, അവർക്ക് മറ്റുള്ളവരെ നോക്കാൻ പറ്റാതെ വരിക, ഒരുപാട് കാര്യങ്ങൾ അവർ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടാവും. ആ ഇൻഫ്ലുവൻസ് ഒക്കെ സഹിച്ച് അവർ ഇത്രയും സ്ഥലത്ത് വരണം എന്നുണ്ടെങ്കിൽ ഇത്രയും ഗ്രേറ്റ് ആയിട്ടുള്ള ആൾക്കാർ ഈ ലോകത്ത് വേറെ കാണില്ല. നമ്മൾ നെഗറ്റീവ് പറയുന്ന ആൾക്കാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല,
അവരെ കുറ്റം പറയാൻ പറ്റില്ല, കാരണം അവർ സമൂഹത്തിൽ കാണുന്നത് രണ്ട് വ്യക്തികളായിരിക്കും, ആൺ പെൺ, ഇപ്പോഴല്ല കുറച്ച് വന്നത്. പക്ഷെ അവരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല, അവർ കാണാത്തൊരു കാര്യം കാണുന്നു. പക്ഷെ അത് മനസ്സിലാക്കി പെരുമാറണം. അവിടെയാണ് ഒരു 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 മാനായാലും അവരുടെ ആ ഒരു പക്വത കാണിക്കേണ്ടത്. ഒരു ഫീമെയിലാണ് ഒരു പക്വത കാണിക്കുന്നത്. ഇപ്പോഴത്തെ ജനറേഷൻ ആ പക്വതയുണ്ട്, പണ്ടത്തെ ജനറേഷൻ അത് ഇല്ലായിരുന്നു. ഇപ്പം എല്ലാവരും അങ്ങനെ ആയി വരുന്നുണ്ട്. ആ ഒരു ജനറേഷൻ ആ ഒരു പക്വത, മറ്റുള്ളവരെ മനസ്സിലാക്കാനുള്ള പക്വത, അവരെ എന്താണെന്ന് മനസ്സിലാക്കാനുള്ള പക്വത ഇപ്പം എല്ലായിടത്തും വരുന്നുണ്ട്. അത് അങ്ങനെ ആയിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. തീർച്ചയായും. ഇപ്പം ഈ പറഞ്ഞ പോലെ സയൻറ്റിഫിക് ആയിട്ട് നിങ്ങൾക്ക് ഇത് അറിയാവുന്നൊരു കാര്യം ഇപ്പം പറഞ്ഞല്ലോ, നമ്മൾ കേൾക്കുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പോലും. ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു, എന്നെ സംബന്ധിച്ചൊരു നെഗറ്റീവ് കമൻറ്റോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഞാൻ ഭയങ്കരമായിട്ട് ഡെസ്പ് ആവുന്ന ഒരാളാണ്. എനിക്കത് കരകയറാനൊന്നും പറ്റില്ല. അതുകൊണ്ട് ഞാൻ എപ്പോഴും കോൺഷ്യസ് ആണ്. ഞാൻ ചെയ്യുന്ന കാര്യങ്ങളിൽ ഞാൻ കോൺഷ്യസ് ആണ്, പറയുന്ന കാര്യങ്ങളിൽ ഞാൻ കോൺഷ്യസ് ആണ്. കാരണം എൻ്റെ ഒരു കുഞ്ഞിൻ്റെ അമ്മ പറഞ്ഞ പോലെ എൻ്റെ ഒരു വാക്കുകൊണ്ട് പോലും ഒരാൾ വേദനിക്കരുതെന്നുണ്ട്. എനിക്കതൊക്കെ ഭയങ്കര കോൺഷ്യസ് ആണ്. ഞാൻ ഭയങ്കര കോൺഷ്യസിലാണ് ജീവിക്കുന്നത്. അപ്പം കുഞ്ഞും അങ്ങനെ തന്നെ കോൺഷ്യസ് ആണ്. പക്ഷെ ഒരു സന്തോഷം, ആ സന്തോഷത്തിൽ നമ്മൾ അത്രയും കോൺഷ്യസ് അല്ല. എൻ്റെ സന്തോഷം തന്നെയാണ് ഏറ്റവും വലുത്. എനിക്കത് പറ്റത്തേ ഇല്ല, എന്നെ സംബന്ധിച്ചത് പറ്റത്തില്ല. കാരണം എൻ്റെ സന്തോഷത്തിൽ ഞാൻ വീണ്ടും ചിന്തിക്കും, എൻ്റെ സന്തോഷം എന്ന് പറയുന്നത് ഇതൊന്നുമല്ല. എനിക്ക് വേറെയും കുറേ ഡ്രീമും അല്ലെങ്കിൽ ചെയ്തു തീർക്കാനൊക്കെ ഉണ്ട്. അതൊക്കെ എൻ്റെ വീട്ടുകാരെ എനിക്ക് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ കുറേ കാലങ്ങളെടുക്കും. അതുപോലെയാണ് ഓരോ വ്യക്തികളും ജീവിതത്തിൽ ജീവിക്കുന്നത്. ഇതാണ് എനിക്ക് ആവേണ്ടത്, ഇതാണ് എനിക്ക് എത്തേണ്ടതെന്ന് പറഞ്ഞു വിടാൻ ഭയങ്കര പാടാണ്. അങ്ങനെ ഒരു മാനസികമായിട്ടുള്ള ഘട്ടത്തിൽ അനുഭവിക്കുന്ന എല്ലാവർക്കും ഇപ്പം ഈ പറഞ്ഞ പോലെ തന്നെ അവരുടെ മനസ്സിനെ എങ്ങനെയാണ് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നത്? അതെല്ലാം ഇപ്പം നിങ്ങൾ ഈ മെഡിക്കൽ ഫീൽഡിൽ നിൽക്കുമ്പോൾ അത് കറക്റ്റാണ്. ഹോർമോൺ ഇഞ്ചക്ഷൻ എടുത്തിട്ടും കാര്യമില്ല, അത് ശരീരത്തിന് മാത്രമല്ലേ മാറ്റുള്ളൂ, മനസ്സിനെ മാറ്റത്തില്ല. ഇപ്പം ഈ പറഞ്ഞ നഴ്സിംഗ് അല്ല എങ്കിൽ പിന്നെ എന്ത് പ്രൊഫഷൻ ചൂസ് ചെയ്യുമായിരുന്നു പഠിച്ചുകൊണ്ടിരിക്കുന്നത്? ഞാനോ? ആക്ച്വലി എനിക്ക് എന്താ പറയുക, ഞാൻ എൻട്രൻസ് എഴുതി. എനിക്ക് ഡോക്ടറിന് വേണ്ടിയിട്ടായിരുന്നു എൻട്രൻസ്, മീൻസ് ഡോക്ടറേറ്റിന് വേണ്ടിയിട്ട് MBBS പഠിക്കാൻ വേണ്ടി. അപ്പോൾ റാങ്കിൽ ചെറിയ കുറവുണ്ടായിരുന്നു. പിന്നെ നമുക്ക് സാമ്പത്തികമായിട്ട് കുറച്ച് ബാക്കിലോട്ട് നിൽക്കുന്നതുകൊണ്ട് എനിക്ക് റാങ്ക് മീൻസ് അത്രയും കുറവല്ല, കുറച്ച് കുറവുണ്ടായിരുന്നുള്ളൂ. അപ്പം നമുക്കത് എനിക്ക് MBBS പഠിക്കാനായിട്ട് സാധിച്ചില്ല. പിന്നെ എൻ്റെ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു, അന്ന് മോനെ MBBS പഠിച്ചില്ലെങ്കിൽ മോന് കാര്യം ചെയ്യുന്നത് നഴ്സിങ്ങിന് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ നഴ്സിങ്ങിന് എത്തിയത്. നഴ്സിംഗ് ഇല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ ഒരു ഡാൻസർ ടീച്ചർ ആയിരിക്കാം, ചിലപ്പോൾ അങ്ങനെ എന്തെങ്കിലും. ഈശ്വരനല്ലേ ഇരിക്കുന്ന മുകളിലുണ്ടായത് പുള്ളി. കാരണം നഴ്സിൽ ഇനിയിപ്പോൾ ഡോക്ടർ ആവാലോ നിങ്ങൾക്ക്. നഴ്സിംഗ് BSc നഴ്സിംഗ് ആണെങ്കിൽ നെക്സ്റ്റ് പോസ്റ്റ് PhD ചെയ്ത് അല്ല പോസ്റ്റ് ഞാൻ BSc ആണ്, പിന്നെ MSc എടുത്ത് PhD എടുത്ത് നമുക്ക് വേണമെങ്കിൽ ഡോക്ടറേറ്റ് ആവാം. പക്ഷേ അല്ലേ ആവത്തില്ലേ? അങ്ങനെ ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മുടെ അടുത്തൊരു കുട്ടി എങ്ങനെ ഇതുപോലെ നമ്മുടെ ഒരു ഇങ്ങനെ തന്നെ ചെയ്തിട്ടുണ്ട്. ആ കുട്ടിക്ക് ഇങ്ങനെ ഡോക്ടർ ആവാനായിരുന്നു താല്പര്യം, പിന്നീട് അത് പഠിച്ചു, നെക്സ്റ്റ് ലെവലും പഠിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് അങ്ങനെ തന്നെ ആവാം. അല്ലെ, എന്താണെങ്കിലും ആഗ്രഹങ്ങളൊന്നും വെറുതെ വെക്കണ്ട. അതായത് നല്ല ബ്രൈറ്റ് സ്റ്റുഡൻ്റ് ആണെന്ന് മനസ്സിലായി. സൗഹൃദത്തിലൊക്കെ എങ്ങനെയാണ്? എനിക്ക് ഒരുപാട്, ഞാൻ ചേച്ചിയുടെ പറഞ്ഞാൽ എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. പക്ഷെ ഞാൻ സൗഹൃദം എടുക്കുമ്പോഴത്തേക്കും ഭയങ്കര ഫിൽറ്റേർഡ് ഔട്ടാണ് ചെയ്തെടുക്കുന്നത്. ഭയങ്കര ഫിൽറ്റർ ചെയ്തിട്ട് ഒരു സൗഹൃദം എടുക്കുന്നത്. നമുക്ക് ബാക്ക് സ്റ്റാബ് ചെയ്യുന്ന ആൾക്കാർ ഇഷ്ടമില്ല. ഇപ്പം നമ്മളൊരാളോട് നമ്മൾ മിണ്ടുവാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം അവരുടെ. ഇപ്പം ചേച്ചി ഇപ്പം എന്നോട് സംസാരിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ സംസാരത്തിലൂടെയെങ്കിലും കുറച്ച് ക്യാരക്ടേഴ്സ് മനസ്സിലാക്കി എടുക്കാൻ പറ്റും, ഇല്ലേ? അത് അവരെത്ര ഒളിപ്പിച്ച് കടത്താൻ ശ്രമിച്ചാലും ഒരു വാക്ക് നമ്മളത് ചിലപ്പോൾ ക്ലിക്ക് ചെയ്യും. അതോ എല്ലാ മനുഷ്യരും അങ്ങനെയാണ്. ചില മനുഷ്യരും അങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല. ചിലപ്പം ഓൾമോസ്റ്റ് എല്ലാ മനുഷ്യരും അങ്ങനെയായിരിക്കും, ഭയങ്കര ഫിൽറ്റേർഡ് ഔട്ടാണ്. എനിക്കങ്ങനെ പെട്ടെന്ന് ഒരാളെ ഫ്രണ്ട് ലിസ്റ്റിൽ ആഡ് ചെയ്യാനോ അങ്ങനെയൊന്നും എനിക്ക് സാധിക്കില്ല. അങ്ങനെയൊന്നും എനിക്ക് പറ്റത്തേയില്ല. പിന്നെ ഞങ്ങളുടെ തമ്മിലുള്ള റിലേഷൻ എന്ന് പറഞ്ഞാൽ അത് എബോവ് ഫ്രണ്ട് അല്ലെങ്കിൽ എബോവ് ദ ബെസ്റ്റി എന്നൊക്കെ പറയുന്ന പോലെ ആ ഒരു റിലേഷനിലാണ് ഞങ്ങൾ എപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. ഹീ ഈസ് വെരി സപ്പോർട്ടീവ്. എന്താ പറയുക, ഇപ്പം നമ്മൾ വീഡിയോ എടുക്കുകയാണെങ്കിൽ തന്നെ എൻ്റെ എക്സ്പ്രഷൻ, നീ എങ്ങനെ എക്സ്പ്രഷൻ ഇടണം എന്നൊക്കെ പറഞ്ഞു തരുന്നത് ഹീസ് ദ വൺ. പുള്ളിക്കാരൻ എനിക്ക് എക്സ്പ്രഷൻ പറഞ്ഞു തരും. ഇപ്പം നീ ഇപ്പോൾ നമ്മളൊരു ആശ്ചര്യം നോക്കാം, അപ്പം നിൻ്റെ കണ്ണിലെ എക്സ്പ്രഷൻ കുറച്ചുകൂടെ ഇങ്ങനെ പോകണം എന്നൊക്കെ പറഞ്ഞു തരുന്നതും എല്ലാം പറഞ്ഞു തരുന്നതും പുള്ളിയാണ്. സോ ഹീസ് വെരി സപ്പോർട്ടീവ്. എല്ലാ കാര്യത്തിലും സപ്പോർട്ടീവാണ്, എല്ലാ കാര്യത്തിലും, ഈച്ച് ആൻഡ് എവ്രിതിങ്. സോ അത് മോർ ഓവർ എ ഫ്രണ്ട് എന്നുള്ള രീതിയിൽ നമുക്ക് കാണാം, അല്ലെങ്കിൽ ഒരു ബെസ്റ്റി എന്നുള്ളത് കാണാം. അത് എനിക്ക് ഒരിക്കലും റിവീൽ ചെയ്യേണ്ട ആവശ്യമില്ല. അത് എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ. എന്താണെങ്കിലും എനിക്ക് തോന്നുന്നു ഇതിനകത്തുള്ള ഫസ്റ്റ് കമന്റ് ഇങ്ങനെ കുത്തി കുറേ ചോദിച്ചു, ഒന്നും പറഞ്ഞില്ല. നമുക്ക് കുറച്ചുകൂടെ ആ ഒരു ലെവലുള്ള ആളുകളെ കിട്ടുമ്പോൾ, അതായത് സോഷ്യൽ മീഡിയ എന്നുള്ളതിൽ നിങ്ങൾ പറയുന്നുണ്ട് ഹാപ്പിനെസ് ആണ്, അല്ലാണ്ട് ഇതൊരു വരുമാനമല്ല എന്നുള്ളതുണ്ട്. അതായത് വരുമാനമുള്ളവർക്ക് കണ്ടന്റ് ഏത് വിധത്തിലും ഉണ്ടാക്കാം.
പക്ഷെ നമ്മുടെ സന്തോഷത്തിന്റെ കണ്ടന്റ് അത് വേറെയാണ്, അത് ആ സന്തോഷത്തിന്റെ കണ്ടന്റ് ആണ്. അതെ, ഞാനിപ്പം ചില നമ്മുടെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസിന്റെ ആരും ആയിക്കോട്ടെ, ചിലവരുടെയൊക്കെ വീഡിയോ എടുത്ത് നോക്കുമ്പോൾ അവരുടെ ലൈഫ് തന്നെ കാണിക്കുന്നവരുണ്ട്. അവരുടെ ലൈഫ് എങ്ങനെയാണ്, രാവിലെ എണീക്കുന്നത്, അവരുടെ ഒരു ഡേ ഓഫ് ലൈഫ് കാണിക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ അവരുടെ വീട്ടിൽ എന്തൊക്കെ പ്രശ്നമുണ്ട് അതും സോഷ്യൽ മീഡിയയിൽ ഇട്ട് അത് ഒരുപാട് ബുള്ളിങ്ങിന് കാരണമാകുന്ന ആൾക്കാരുണ്ട്. അതിനൊന്നും ആവശ്യം എനിക്കില്ല. ഇപ്പം എൻ്റെ ജീവിതം എനിക്ക് സ്വകാര്യമാണ്. അതെനിക്ക് പബ്ലിക്കായിട്ട് കൊണ്ടുവന്നിട്ട് അത് ഒരിക്കലും ഒരു വരുമാന മാർഗം ആക്കേണ്ട ആവശ്യമില്ല. എൻ്റെ സന്തോഷത്തിന് ഞാൻ വീഡിയോ ചെയ്യുന്നു, ഡാൻസ് ചെയ്യുന്നു, പാട്ട് ചെയ്യുന്നു. അത് ഇഷ്ടമുള്ളവർ കാണട്ടെ, കാണാതിരിക്കട്ടെ. അതെ, അത്രേ ഉള്ളൂ. ഞാൻ അതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ ചോദിച്ചത്. അല്ലാണ്ട് പേഴ്സണലി ഹൈറ്റായിട്ട് എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. കാരണം ഈ പൊസിഷനിൽ ഇരിക്കുമ്പോൾ നമുക്ക് കുറേയും നമ്മൾക്ക് ഇങ്ങനെയും ചോദിക്കേണ്ടതും കൂടിയുണ്ട്. മനസ്സിലായി, ഇങ്ങനെയും ചോദിക്കേണ്ടത് കൂടിയുണ്ട്. എന്താണെങ്കിലും ഇപ്പൊ അടുത്ത ആഴ്ച പോവാണ് വീണ്ടും ഒമാനിലേക്ക്. ഇനിയിപ്പം അവിടെ 2 വർഷം, അവിടെ ഇനി 1 വർഷം, മീൻസ് അങ്ങനെ വർഷം നമുക്ക് വരാൻ പറ്റും. അപ്പൊ ഞാൻ അവിടെ 1 വർഷം നിന്നിട്ട് ഇനി ഇങ്ങനെ മൈഗ്രേറ്റ് ചെയ്യണം എന്നൊരു ആഗ്രഹമുണ്ട്. അറിയില്ല. ഓക്കെ, എന്താണെങ്കിലും ആഗ്രഹങ്ങളൊക്കെ നടക്കുന്നേ. നല്ല ബ്രൈറ്റ് സ്റ്റുഡന്റ് അല്ലേ, യു ക്യാൻ. അതായത് നമ്മള് ചതുരംഗപ്പലകയിലെ ഓരോ കരുക്കളും പോലെ കൃത്യമായി നീക്കുന്ന ആളാണ് ഞാൻ. ചതുരംഗപ്പലകയിൽ ഒരു കലത്തിലും ഇല്ലാത്തതുകൊണ്ട് കൃത്യമായി നീക്കുമോ ചേച്ചി, ഞാൻ നീക്കുന്നതല്ല, അത് ഞാൻ പറഞ്ഞ പോലെ എന്നെ എൻ്റെ പുറകിൽ നിന്ന് തള്ളുന്ന ഒരു ശക്തിയായിരിക്കും എന്നെ കൊണ്ട് നീപ്പിക്കുന്നത്. എനിക്ക് ഇതുവരേക്കും ഒരു ഫോൾട്ട് അല്ലെങ്കിൽ ഒരു ഫോഴ്സ് ഒന്നും സംഭവിച്ചില്ല. ഇപ്പം ഞാൻ പ്രദേശം പറഞ്ഞ പോലെ ജനിച്ച ഉടനെ തന്നെ ഞാൻ ഡാൻസ് പഠിക്കാൻ പോയതും 1 വർഷം പാട്ട് പഠിക്കാൻ പോയതും ഒക്കെ ആ ഒരു ഈശ്വരൻ്റെ ഒരു എന്താ പറയുക, പുള്ളിയുടെ ഒരു സപ്പോർട്ടും ആ ഒരു എനർജിയും പുള്ളി തന്ന ഒരു ഇതും കൊണ്ടായിരിക്കും ഞാൻ ഇപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി നാളെ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. അത് തരുന്നതും സർവേശ്വരൻ തന്നെ. ഇപ്പം എനിക്ക് ചീത്ത തന്നാലും നെഗറ്റീവ് തന്നാലും പുള്ളി എന്തെങ്കിലും കണ്ടിട്ടുണ്ടാവും, അതുകൊണ്ടായിരിക്കും. അതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, എന്താണെങ്കിലും ഞാൻ വിളിച്ചപ്പം വന്നു, എന്നോട് സംസാരിച്ചു, ഭയങ്കര സന്തോഷമുണ്ട്. എനിക്ക് തോന്നുന്നത് ഈ വീഡിയോ എനിക്ക് തോന്നുന്ന ആളുകൾക്ക് അറിയാം മിഥുൻ ആരാണ് എന്താണെന്നൊക്കെ അറിയാൻ കാത്തിരിക്കുന്നവരുണ്ടാവും. അമ്മയുടെ പേര് പറഞ്ഞില്ല. എൻ്റെ അമ്മയുടെ പേര് സുലോചന എന്നാണ്. സുലോചന. എൻ്റെ അച്ഛൻ്റെ പേര് സുനിൽ, ചേട്ടൻ പേര് നിതിൻ, ചേട്ടത്തമ്മയുടെ അശ്വതി. ഓക്കെ, അല്ല അമ്മേനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞു. അപ്പൊ ഇനി അമ്മയ്ക്ക് ഫോൺ കോൾ തപ്പിപ്പിടിച്ച് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് ആരെങ്കിലും ഒക്കെ വന്നാൽ ഞാൻ ഉത്തരവാദിയല്ല, എന്നോട് ജാതി കൊടുക്കത്തില്ല. അപ്പം ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.